ആഘോഷങ്ങളുടെ ആരവവും വിപണിയിലെ സാമ്പത്തിക ചൂടും ഒപ്പിയെടുത്ത് മൈഫിൻ ടിവിയുടെ പ്രത്യേക പരിപാടി ഫിന്നോണം പൊന്നോണം. ഓണമിങ്ങെത്തിയതോടെ മലയാളിയുടെ തീന്മേശയിലെ താരങ്ങളായ ഏത്തയ്ക്ക ചിപ്സിനും ശർക്കര വരട്ടിക്കും വിപണിയിൽ ഡിമാൻഡ് കുതിക്കുന്നു. നാടൻ രുചി തേടിയെത്തുന്നവർ ഏറുമ്പോൾ ഓണക്കാല വിപണിയെ സജീവമാക്കുകയാണ് ഈ പരമ്പരാഗത പലഹാരങ്ങൾ. ഓണസദ്യ വിളമ്പുമ്പോൾ ആദ്യം ഇലയിൽ ഇടം പിടിക്കുന്നത് ഏത്തയ്ക്ക ചിപ്സും ശർക്കര ഉപ്പേരിയുമാണ്. ഓണക്കാലത്ത് ആവശ്യക്കാർ ഏറിയതോടെ സദ്യയ്ക്ക് പൂർണ്ണത നൽകുന്ന ഇവയ്ക്ക് വിപണിയിൽ തിരക്ക് വർദ്ധിച്ചു. നേന്ത്രക്കായയുടെ ലഭ്യതയും വിലയും ഇത്തവണ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. ഓണത്തിന് മുന്നോടിയായി ഗുണമേന്മയുള്ള നേന്ത്രക്കായ്ക്ക് ക്ഷാമം നേരിട്ടതോടെ വിലയിലും വർധനയുണ്ടായിട്ടുണ്ട്. പ്രീമിയം നിലവാരമുള്ള ചിപ്സിന് കിലോയ്ക്ക് 560 രൂപയും ശർക്കര ഉപ്പേരിക്ക് കിലോയ്ക്ക് 520 രൂപയും വരെയാണ് വില. കായ ഉപ്പേരിക്ക് വില 600 കടക്കും. ഏതാനും ആഴ്ചകൾ കൊണ്ട് ഈ വിഭവങ്ങളിൽ മാത്രമായി കോടികൾ മറിയും. വ്യാപാര സ്ഥാപനങ്ങളും ഗുണനിലവാരവും അനുസരിച്ച് വിലയിൽ മാറ്റമുണ്ടാകും. പച്ചക്കായ, വെളിച്ചെണ്ണ എന്നിവയുടെ വിലയിലെ ചാഞ്ചാട്ടം ചിപ്സിന്റെ വിലയിലും പ്രതിഫലിക്കും. വീടുകളിലും ചെറുകിട സംരംഭങ്ങളിലുമായി ചിപ്സ് വറുത്തെടുക്കുന്ന തിരക്കാണ്. ഓണക്കാലത്ത് 2 ആഴ്ച മുൻപ് തന്നെ ചിപ്സ് ഉപ്പേരി വ്യാപാരത്തിന് തുടക്കമായിരുന്നു. ഈ സീസണിൽ ഇതര സംസ്ഥാനങ്ങളിലും ഉപ്പേരിക്ക് ഡിമാൻഡ് കൂടുതലാണ്. മൈഫിൻ ടിവി കൊച്ചി. ഓൺലൈൻ വസ്ത്രവ്യാപാരം ശക്തമായതോടെ ചെറുകിട ഇടത്തരം വസ്ത്രവ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയിൽ. GST, ജീവനക്കാരുടെ വേതനം, കെട്ടിട വാടക തുടങ്ങി ചെലവുകൾ കുത്തനെ ഉയർന്നതോടെ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഉത്സവ സീസണിൽ ഓൺലൈൻ വസ്ത്രവ്യാപാരത്തിന്റെ വളർച്ച ചെറുകിട ഇടത്തരം വസ്ത്രവ്യാപാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകുകയാണ്. മൊബൈൽ ഫോണിലൂടെ വീട്ടിലിരുന്ന് വസ്ത്രങ്ങൾ വാങ്ങാനുള്ള സൗകര്യം വർദ്ധിച്ചതോടെ സാധാരണ കടകളിലെത്തുന്ന ഉപഭോക്താക്കളുടെ എണ്ണത്തിലും കുറവുണ്ടായതായി വ്യാപാരികൾ പറയുന്നു. ഇതിനു പുറമെ GST, ജീവനക്കാരുടെ വേതനം, കെട്ടിട വാടക, വൈദ്യുതി ചാർജ് തുടങ്ങി വ്യാപാരികൾ നേരിടുന്ന ചെലവുകളും ഏറെയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നൽകുന്ന വിവിധ ഓഫറുകളും വിലക്കുറവുകളും നേരിട്ട് മത്സരിക്കുന്നതിന് സാധാരണ വ്യാപാരികൾക്ക് വലിയ വെല്ലുവിളിയാകുന്നു. കടയുടെ വാടകയും ജീവനക്കാരുടെ ശമ്പളവും മറ്റ് പ്രവർത്തന ചെലവുകളും എല്ലാ മാസവും കൃത്യമായി നൽകേണ്ട സാഹചര്യത്തിൽ വിൽപ്പന കുറഞ്ഞാൽ നഷ്ടം നികത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നാണ് വ്യാപാരികളുടെ പരാതി. പിന്നെ ഈ ഓൺലൈൻ ആണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. അവർക്ക് ഷോപ്പിൻ്റെ എക്സ്പെൻസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. എക്സ്പെൻസോ നമ്മളിപ്പോൾ അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. എക്സ്പെൻസ് സ്റ്റാഫ്, വാടക, കറണ്ട് കാശ് എല്ലാം കൊടുത്തിട്ടാണ് നമ്മളൊരു പ്രോഫിറ്റ് ഇടുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ കസ്റ്റമേഴ്സ് എടുത്താൽ പോലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എല്ലാവർക്കും സൈസ് പ്രശ്നം, മെറ്റീരിയൽ വന്ന് അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട്. അത് ഗവൺമെൻറ് ഒരു പ്രോപ്പറായിട്ട് അതിൻ്റെ സ്റ്റെപ്പ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്യുന്നവർക്ക് കൂടുതലായിട്ട് അമിതമായിട്ട് ടാക്സ്, ഇപ്പം നമ്മളൊക്കെ GST കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഓൺലൈൻ എക്സ്ട്രാ ടാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കണം നമ്മളെപ്പോലുള്ള കച്ചവടക്കാർക്ക്. കാരണം ഇവിടെയൊക്കെ നല്ല അന്യായമായിട്ട് ഹ്യൂജ് വാടകയാണ്. നമ്മൾ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അതേതായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തില്ലെങ്കിൽ നമ്മൾ വളരെ അടിയിൽ പോകും. GST ഉൾപ്പെടെയുള്ള നികുതികളിൽ ഇളവ് നൽകുന്നതിനൊപ്പം വാടകയും മറ്റ് പ്രവർത്തന ചെലവുകളും കുറയ്ക്കാൻ സഹായിക്കുന്ന നടപടികളും വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഓണമായാലും വിഷുവായാലും കേരളത്തിലെ ആഘോഷങ്ങളെല്ലാം വൻകിട ഓൺലൈൻ കമ്പനികളുടെ കൊയ്ത്തുത്സവമായി മാറുമ്പോൾ കണ്ണീരിലാകുന്നത് പതിറ്റാണ്ടുകളായി ഈ രംഗത്തുള്ള സാധാരണക്കാരായ ചെറുകിട കച്ചവടക്കാരാണ്. സാമ്പത്തിക വർഷത്തിന്റെ മറ്റ് മാസങ്ങളിലെ നഷ്ടം നികത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ ഉത്സവകാലങ്ങൾ പോലും പ്രതിസന്ധിയിലായിരിക്കെ പരമ്പരാഗത വ്യാപാര മേഖലയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മൈഫിൻ TV, കൊച്ചി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.